ഇങ്ങനെ നോക്കിക്കാണണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടർച്ചയായി തൃശ്ശൂരിൽ വരുന്നു. ഇന്നിപ്പോൾ സമാപന സമ്മേളനത്തിൽ, പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഒരു വലിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിൽ ഏറ്റവും അൾട്ടിമേറ്റ് ഇവന്റ് ആക്കി മാറ്റാനുള്ള ഒരു ബിജെപിയുടെ ശ്രമം. എന്തായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഇന്നത്തെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ? എൽദോ, പ്രധാനമന്ത്രി ഇത്തവണ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന നിലപാടാണ് ഉണ്ടാകുക എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വാരണാസിയിൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായ വിജയസാധ്യതയുള്ള സാഹചര്യത്തിൽ അവിടെ മാത്രം മത്സരിക്കുക എന്നതാണ് നിലപാട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇത് ഭാവിയിൽ മാറിയേക്കാം അങ്ങനെ. പക്ഷേ പൊതുവെ പ്രമുഖരായ രാജ്നാഥ് സിംഗും ലക്നൌവിൽ നിന്ന് നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ നിന്നുമൊക്കെ മത്സരിക്കും. അങ്ങനെ വമ്പന്മാരെ കളത്തിലിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഒരു പ്രകടനം കാഴ്ചവെക്കും എന്നതാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും ഇന്നത്തെ ഒരു പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അതിൽ ആരായിരിക്കും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുക, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുമോ? സാധാരണ BJPയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് അവരുടെ ഇത് സംബന്ധിച്ച് സമിതി യോഗം ചേരുകയും ഘട്ടം ഘട്ടമായി ലിസ്റ്റായി ഇത് പുറത്തുവിടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനകൾ അനുസരിച്ച് 100 പേരുടെ പട്ടിക, ആദ്യത്തെ 100 പേരുടെ പട്ടിക, അതിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ BJP പരാജയപ്പെട്ട മണ്ഡലങ്ങളുടേതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 100 പേരുടെ ഒരു പട്ടിക വരും ദിവസങ്ങളിൽ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളുടെയും പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുമോ എന്ന ചോദ്യം വലിയ തോതിൽ ഉയരുന്നും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ വലിയ വികസന സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം തുടങ്ങിവെച്ച പദ്ധതികളെക്കുറിച്ചുമാണ് പ്രധാനമന്ത്രി എല്ലായിടത്തും ഊന്നിപ്പറഞ്ഞത്. ഇന്നലെ ആകട്ടെ റെയിൽവേയുടെ ഒരു 2000-ഓളം പദ്ധതികൾക്ക് അദ്ദേഹം പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. അത് 41,000 കോടി രൂപയുടെ പദ്ധതികൾ. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, തൻ്റെ 3ാം മോദി സർക്കാർ ജൂലൈയോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ്. ആ തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹം ഇപ്പോഴല്ല, ഇതിനു മുൻപേയും ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 15 തൊട്ട് പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിൽ നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ വെച്ച് 3ാം സർക്കാർ എന്നത് മോദി ഗ്യാരണ്ടി എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ മണിപ്പൂർ കലാപത്തെ സംബന്ധിച്ചൊക്കെയുള്ള പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം വരുന്ന ഘട്ടത്തിൽ താൻ 3ാമതും ഇവിടെ മടങ്ങിയെത്തും എന്ന് അദ്ദേഹം പറയുന്നു. പാർലമെൻറ്റ് ചർച്ചകളിൽ അത് ഉന്നയിക്കുന്നു. ഈ തിരുവനന്തപുരം യോഗത്തിലും ഇന്നലെ അദ്ദേഹം ഈ റെയിൽവേ പദ്ധതികളുടെ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ ഇത് പറഞ്ഞു. ഈ തിരുവനന്തപുരം യോഗത്തിലും തീർച്ചയായും പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നൊരു ഈ ആത്മവിശ്വാസം തന്നെയായിരിക്കും. 3ാമതും മോദി സർക്കാർ വരുന്നു എന്ന ആത്മവിശ്വാസമായിരിക്കും അദ്ദേഹം ആണയിട്ട് പറയുക എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമായും കേരളത്തിൽ പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് വികസന പദ്ധതികളെക്കുറിച്ചാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഈ റെയിൽ വികസനം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന പദ്ധതികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയും. പ്രത്യേകിച്ച് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഒരു കേരളത്തിൽ അതിൻ്റെ സർവീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് അയോധ്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ ആരംഭിച്ചതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയും. വികസിത് ഭാരത് എന്നത് പ്രധാനമന്ത്രി ഒരു വലിയ മുദ്രാവാക്യമായി ഉയർത്തുന്നുണ്ട്. അപ്പോൾ 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്ന ഒരു സങ്കല്പമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല, 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകുന്ന സാഹചര്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വികസനം എന്നത് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ടയായി ഉയർത്തുക എന്നതും BJPയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒട്ടനവധി വിവരങ്ങളുണ്ടാവും. ഒപ്പം ഈ കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രതിപാദിക്കും എന്ന് ഉറപ്പാണ്. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പലരും ഇന്നത്തെ യോഗത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ BDJS BJP സഖ്യം ഏത് തരത്തിൽ നീങ്ങുന്നു എന്ന് ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലും വയനാട്ടിലും മാവേലിക്കരയിലും ഇടുക്കിയിലുമാണ് BDJS മത്സരിച്ചത്. തൃശ്ശൂർ അവർക്ക് ഒരു സീറ്റ് നൽകാം എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ BDJS സ്ഥാനാർത്ഥി എന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് അവിടെ സ്ഥാനാർത്ഥിയായി പോവുകയും ചെയ്തു.
അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് BDJS ഇത്തവണ കൂടുതൽ സീറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ വിട്ടുകിട്ടണം എന്ന ആവശ്യം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചാലക്കുടിയും തൃശ്ശൂരും കോട്ടയവും തങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യവും മുന്നോട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായും തൃശ്ശൂർ ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ആലത്തൂര് ഇത്തവണ BDJSന് കിട്ടാൻ സാധ്യതയില്ല. വയനാട്ടിൽ ഒരു കരുത്തനായ പോരാളി ഇറങ്ങണം എന്ന ആവശ്യം BDJSന് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി ഇറങ്ങണമെന്ന ആവശ്യം BJPക്കകത്ത് വളരെ ശക്തമായുണ്ട്. അപ്പോൾ അത് ഒക്കെ BDJS BJP ബന്ധം എത്ര ഊഷ്മളമായി തുടരുന്നു എന്നൊരു ചോദ്യം ഇന്നത്തെ നമുക്ക് യോഗത്തിലെ വേദിയിൽ അത് നമുക്ക് കാണാൻ കഴിയും. BDJSന് ഇപ്പോൾ ഈ PC ജോർജും ഷോൺ ജോർജും വരുന്നതോടുകൂടി ജനപക്ഷം സെക്കുലർ പാർട്ടി BJPയിൽ ഇന്ന് ലയിക്കുമല്ലോ. സ്വാഭാവികമായും അവരെ എത്ര കണ്ട് പ്രാധാന്യത്തോടെ പരിഗണിക്കും, അങ്ങനെ ഘടകകക്ഷികളിൽ BJP എന്ത് നേട്ടം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധം എങ്ങനെ വർദ്ധിപ്പിക്കും എന്നതിനെ സംബന്ധിച്ച് BDJSൽ BJPയും ചെറിയൊരു അതൃപ്തിയുണ്ട്. BDJSനോട് ആലോചിക്കാതെ ഉള്ള നീക്കമാണ് BJP തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായത് എന്ന ഒരു ആശങ്ക അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം BDJS കാര്യമായി വോട്ടുകൾ കൊണ്ടുവരാൻ BDJSന് കഴിഞ്ഞിട്ടില്ല. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലൊന്നും BDJSന് സ്ഥാനാർത്ഥികൾ ഒരു പ്രകടനവും കാഴ്ചവെച്ചില്ല എന്നാണ് BJPയുടെ ഉള്ളിത്തട്ടിലുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇനി ഫോക്കസ് BDJSൽ നിന്ന് ജനപക്ഷത്തിലേക്കാകുമോ, ജനപക്ഷത്തെ എങ്ങനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും, ഈ കേരള PC ജോർജിനെ ഏത് തരത്തിൽ ഉൾക്കൊള്ളും, പത്തനംതിട്ടയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള വന്നേക്കുമെന്നൊക്കെ ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും എല്ലാവിധ സാധ്യതകളും ആരായുന്നു. നിരവധി സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ പലപ്പോഴും ഇടപെട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇടപെടുകയാണ്.